Good morning, BNI. വെൽക്കം ടു ദ സ്പോട്ട്ലൈറ്റ് ഓഫ് BNI ഇൻസ്പയർ ചാപ്റ്റർ. ഇന്ന് നമ്മളോടുള്ളത് നമ്മളെ പ്രശസ്തനായ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അബ്ദുസ്സലാം ഡോക്ടറാണ്. സലാം ഡോക്ടറെ കുറിച്ച് സലാം ഡോക്ടറോട് തന്നെ നമുക്ക് ചോദിക്കാം. സാറിൻ്റെ പഠനകാലം അതുപോലെ എങ്ങനെയാണ് വന്ന വഴികളൊന്ന് പറയാം. ഞാൻ എൻ്റെ വീട് കൂട്ടിലങ്ങാടി കടൂപ്പുറാണ്. ഞാൻ 2011 കേരള മെഡിക്കൽ എൻട്രൻസ് എൻ്റെ റാങ്ക് അന്ന് 23 മലപ്പുറം ജില്ലയിൽ ഞാൻ 2ാം സ്ഥാനമായിരുന്നു. ആ വർഷം തന്നെ എയിംസ് എൻട്രൻസിൽ MBBS എൻട്രൻസിൽ എനിക്ക് 102ാം റാങ്ക് ആയിരുന്നു. അതിനുശേഷം ഞാൻ 2011 എയിംസ് ഡൽഹിയിൽ ജോയിൻ ചെയ്തു. 2016 വരെ അവിടെ ഞാൻ MBBS വളരെ നല്ലൊരു കോളേജാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കോളേജാണ് എയിംസ് ഡൽഹി. ഏറ്റവും അഡ്വാൻസ്ഡ് ആയ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു സ്ഥലമാണ്. അതിനുശേഷം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് മെൻ്റൽ ഹെൽത്ത്, ആളുകളുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് നിംഹാൻസ് ബാംഗ്ലൂരിൽ ഞാൻ എൻട്രൻസ് എഴുതി. 2018 എനിക്കന്ന് 29ാം റാങ്ക് ആയിരുന്നു. ഞാനവിടെ ജോയിൻ ചെയ്തു. 3 വർഷം ഞാനവിടെ പഠിച്ചു. അവിടെ ഒരുപാട് രോഗികളെ പഠിച്ചു. പിന്നെ ഞാൻ നാട്ടിൽ വന്നു. എൻ്റെ നാട് മലപ്പുറത്താണ്. ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം കോട്ടക്കൽ ടൗണിലാണ് പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ BNIയിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 6 മാസമായി. ഡോക്ടർ ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിലവിലിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് കോട്ടക്കൽ അൽമാസ് ആശുപത്രിയിലും അതുപോലെ തന്നെ വൈകുന്നേരങ്ങൾ മലപ്പുറം MBH അതുപോലെ വളാഞ്ചേരി നിസാർ ആശുപത്രി, അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്നത്. നമ്മൾ മലപ്പുറം ജില്ലയിലാണോ അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പേഷ്യൻസ് കൂടുതൽ വരുന്നത്? അത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. എന്നപോലെ തന്നെ അത് കേരളത്തിലും അതുപോലെ മലപ്പുറം ജില്ലയിലും ഉണ്ട്. പക്ഷെ മലപ്പുറം ജില്ല നമ്മൾ ആലോചിച്ചാൽ 50 ലക്ഷം ആളുകളുണ്ട് മലപ്പുറം ജില്ലയിൽ. അപ്പോൾ അതിനവസ്ഥയിൽ അത്രയും അസുഖങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ അത് കാരണമുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ 1% ആളുകൾക്ക് സിവിയർ മാനസിക രോഗങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ 50 ലക്ഷം പറയുമ്പോൾ എത്ര ആളുകളുണ്ടാവും? അപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറം ജില്ലയിൽ രോഗിയുടെ എണ്ണം കുറച്ച് കൂടുതലായിരിക്കും. ഈ ടെക്നോളജിൻ്റെ ഇമ്പാക്റ്റ് നമ്മളെ മാനസികാരോഗ്യത്തിനെ സ്വാധീനിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുകയാണ്, ഇപ്പം നമ്മൾ നിരന്തരമായി മൊബൈൽ ഫോൺ യൂസ് ചെയ്യാണ്. കുറച്ച് നേരം മൊബൈൽ ഫോൺ മാറ്റി വെക്കുമ്പോൾ നമുക്കൊരു പ്രയാസം വരികയാണ്. നമുക്കൊരു സുഖമില്ലായ്മ, ചിലപ്പോൾ ദേഷ്യം, കൂടെയുള്ള ഒരാളില്ലാത്ത പോലെ ഒരു തോന്നല്. അല്ലെങ്കിൽ ഇന്ന് ഉദാഹരണം പറയാൻ നമ്മളെ മൊബൈൽ ചാർജ് പോയി, നമുക്ക് എന്തോ ഒരു ഫീലിംഗ് ഇല്ലേ? അതൊരു എക്സാമ്പിളാണ്. നമ്മൾ മുതിർന്ന ആൾക്കാരാണ്. ഇനി നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഈ മൊബൈൽ ഫോൺ വേണം. ഈ മൊബൈൽ റീലില്ലെങ്കിൽ കുട്ടികൾ എന്താവില്ല, ഭക്ഷണം പോലും കഴിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഓരോരോ എക്സാമ്പിളാണ്. പിന്നെ നമ്മൾ പല ആളുകളും രാത്രി ഒരുപാട് റീൽസുകൾ കാണുന്നു, വീഡിയോസ് കാണുന്നു, എന്നിട്ട് വളരെ വൈകിട്ട് ഉറങ്ങുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഉറക്കത്തിന് നല്ലൊരു ക്വാളിറ്റി കിട്ടില്ല. രാവിലെ എണീക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ല. അപ്പോൾ നിരന്തരമായി ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അത് സ്വാഭാവികം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ മൊബൈൽ അഡിക്ഷന് ശരിക്കും നല്ലൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ മൊബൈൽ അഡിക്ഷൻ ശരിക്കുമുണ്ട്. അതായത് ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് മൊബൈൽ അഡിക്ഷന്, അല്ലെങ്കിൽ ടെക്നോളജി അഡിക്ഷന്, അല്ലെങ്കിൽ ഗെയിമിംഗ് അഡിക്ഷന്. ഇപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്, ഇപ്പോൾ ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ 3 ദിവസം തുടർച്ചയായിട്ട് ഗെയിം കളിക്കുക, അവർ മലമൂത്ര വിസർജനം എല്ലാം ടോയ്ലറ്റിങ്ങൊക്കെ ആ റൂമിൽ തന്നെ ചെയ്ത് അവസാനം ഒരു പോലീസോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോകുന്ന സാഹചര്യത്തിലുണ്ട് അല്ലേ നമ്മൾ ബാംഗ്ലൂർ. ഇത് നമ്മുടെ നാടുകളിലും വരുന്നുണ്ട്. ഇപ്പം എൻ്റെ പ്രാക്ടീസ് ഞാൻ വർക്ക് ചെയ്യുന്നത് മലപ്പുറം അല്ലെങ്കിൽ കോട്ടക്കലാണ്. ഇവിടെയൊക്കെ ഇത്ര അല്ലെങ്കിലും ഇതുപോലെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ ദേഷ്യപ്പെടുന്ന, വയലൻ്റ് ആവുന്ന കുട്ടികൾ അല്ലെങ്കിൽ കൗമാരപ്രായക്കാർ, അങ്ങനത്തെ ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിന് പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ? ശരിക്കും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഒരു രോഗം വരാതിരിക്കാൻ നോക്കലാണ്. ടെക്നോളജി അഡിക്ഷൻ ഉണ്ട്, സത്യം തന്നെയാണ്. അപ്പോൾ വരാതിരിക്കാൻ നമ്മൾ മുതിർന്ന ആൾക്കാർ തന്നെ ഇതിൻ്റെ യൂസ് ഒന്ന് പരമാവധി ചുരുക്കുക, അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക, സമയം ഷെഡ്യൂൾ ചെയ്യുക, നമ്മൾ കാണിച്ചു കൊടുക്കണം, മാതൃകയാക്കി കൊടുക്കണം. അങ്ങനെ ചെയ്താലേ കുട്ടികൾ എന്താവുള്ളൂ, പിന്തുടരുകയുള്ളൂ. അതെ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം പരമാവധി കുറക്കുക. ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ പഠനമുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് പഠനം വന്നു, 5 വയസ്സ് താഴെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാനേ അങ്ങനെ ലേറ്റസ്റ്റ് വരുന്നുണ്ട്. അത് ഓസ്ട്രേലിയ മാത്രമല്ല, ഇപ്പോൾ സ്വീഡൻ, അങ്ങനെ പല യൂറോപ്യൻ കൺട്രീസിലൊക്കെ അത് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എത്രത്തോളം വിജയിക്കും നമുക്കറിയില്ല. ഇന്ത്യയിലൊക്കെ ടെക്നോളജി വരാൻ ഒരുപാട് സമയം പിടിക്കും അല്ലേ, അത്ര നിയമങ്ങൾ വരാനല്ലേ? നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ വന്നാലും അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള മടിയുണ്ടാവും.
അതൊരു വലിയ പ്രശ്നമാണ്. ഈ അഡിക്ഷൻ, ഗെയിമിങ് അഡിക്ഷൻ പോലെ തന്നെ മറ്റു ലഹരി അഡിക്ഷൻ ഇപ്പോൾ ഭയങ്കര ന്യൂസുകളിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. ആക്ടേഴ്സുകൾ അതുപോലെ തന്നെ എല്ലായിടത്തും ലഹരി ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? അപ്പം ഇപ്പം നമ്മളെ കുട്ടികളൊക്കെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇവർ ലഹരി ഉപയോഗിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ വൈകി വരുന്ന ആളുകളിലൊക്കെ ഉണ്ട്, കുറേ ആളുകളുണ്ടല്ലോ. അപ്പോൾ ഇവർ ലഹരി ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്താനുള്ള സംവിധാനം ഉണ്ടോ, അതോ ഇവർ എന്തെങ്കിലും ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുമോ എന്ന് അറിയാൻ പറ്റുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ടീനേജേഴ്സ്, കൗമാര പ്രായക്കാരുടെ ഇടയിൽ ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുകയാണ് ലഹരി. ചെറിയ ലഹരിയാവാം, വലിയ ലഹരിയാവാം. വളരെ ചെറിയ കുട്ടികൾ, ഒരു 10-12 വയസ്സിലൊക്കെ ലഹരി തുടങ്ങുന്ന കുട്ടികളുണ്ട്. അവർ തുടങ്ങുന്നത് ചിലപ്പോൾ കൂള്, അല്ലെങ്കിൽ എന്തെങ്കിലും നിക്കോട്ടിൻ കണ്ടന്റ് ഉള്ള, അല്ലെങ്കിൽ സിഗരറ്റ്, അതുമായി ബന്ധപ്പെട്ട നിക്കോട്ടിൻ അടങ്ങിയ മിഠായികൾ. പിന്നെ അവരെന്താ ചെയ്യുന്നത്? സ്റ്റാമ്പുകളൊക്കെ എന്ന് പറയാലോ. അതെ, അതിൻ്റെ തുടക്കമാണ്. പിന്നെ അടുത്ത ലെവലോട് പോകും. പിന്നെ അവർ ചെയ്യുന്നതാ ചിലപ്പോൾ ഒരു കഞ്ചാവ്, പല രീതിയിൽ കഞ്ചാവ് ഉപയോഗിക്കാം. പിന്നെ അവർ ക്രിസ്റ്റൽ മെത്ത്, അല്ലെങ്കിൽ MDMA, ഇപ്പോൾ ലേറ്റസ്റ്റ് സിന്തറ്റിക് കന്നാബിനോയിഡ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ലെവൽ വിട്ട സംഭവമാണ് നമ്മൾ കുറേ സ്റ്റാമ്പുകൾ ഇന്ന് നേരത്തെ പറഞ്ഞു, അതുപോലെ മാജിക് മഷറൂം, അങ്ങനെ ഒരുപാട് ലഹരികൾ ഇന്ന് പലരും ഉപയോഗിക്കുന്നുണ്ട്, പല പ്രായക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊരു പ്രശ്നം വെച്ചാൽ ഇപ്പോൾ സിന്തറ്റിക് കന്നാബിനോയിഡ്സ് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഏത് തരം ചെക്ക് ചെയ്താൽ പോലും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ ആശുപത്രിയിൽ ഒരു ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഒരു സ്ക്രീനിങ് ടെസ്റ്റ്, യൂറിൻ ചെക്ക് ചെയ്യും. അപ്പോൾ അതിനകത്ത് 12 തരം ലഹരി മയക്കുമരുന്നുകൾ കണ്ടെത്താൻ പറ്റും. അത് കഞ്ചാവ്, MDMA, ക്രിസ്റ്റൽ മെത്ത് മുതലായ 12 തരം. എന്നിരുന്നാൽ പോലും ചില സിന്തറ്റിക് സംഭവങ്ങൾ ഈ ടെസ്റ്റ് വഴി കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന സാഹചര്യം ഉണ്ട്. അപ്പോൾ ഇത് ഇവർ ഉപയോഗിക്കുന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇവരെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം, ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്ന കുട്ടി, ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അവർ വിശപ്പ് ഭയങ്കര കൂടും. ഭയങ്കര വിശപ്പ് കൂടും. അവർ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കും. അവർ എത്ര ഭക്ഷണം അവർ മെലിഞ്ഞിരിക്കും. അതുപോലെ അവർ കണ്ണ് നോക്കി, കണ്ണ് ഭയങ്കര ചുവന്ന കളറ്, അല്ലെങ്കിൽ കണ്ണിൽ കുറച്ച് കളർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ചില കണ്ണ് കണ്ടാൽ മനസ്സിലാവും, അല്ലെങ്കിൽ അവർ മെലിഞ്ഞിരിക്കുകയാണ്. വീട്ടുകാർ പറയണ ഭയങ്കര വിശപ്പുണ്ട്, ഭയങ്കര ഭക്ഷണം കഴിക്കും, അത് മെലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചില ആളുകൾ മിസ്യൂസ് ചെയ്യും. ഉദാഹരണം, ചില മോഡൽ ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ, അവർക്ക് വെയിറ്റ് കുറയും വേണം, എന്നാൽ ഭക്ഷണം കഴിക്കുകയും വേണം. അപ്പോൾ ആരൊക്കെ ഉപയോഗിക്കും. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. ഇത് ഭക്ഷണത്തിൻ്റെ കാര്യം. പിന്നെ ചില ആൾക്ക് സ്വഭാവ വ്യത്യാസം ഉണ്ടാവും. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ദേഷ്യം വരും, വയലൻ്റ് ആവും, ചിലപ്പോൾ നമ്മൾ ഉപദ്രവിക്കാൻ വരും. ഓക്കെ, ചില ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ രാത്രി ഉറക്കുണ്ടാവില്ല. ഓക്കെ, ഇപ്പം നമ്മൾ MDMA എന്തുകൊണ്ട് ഉപയോഗിക്കാൻ കാരണം, MDMA ഏറ്റവും ഉപയോഗിക്കാൻ കാരണം അവർ രാത്രി ഫുൾ ഓണായി പാർട്ടി വേണം. അല്ല, രാത്രി ഒരു വലിയൊരു ടർഫിൽ ഫുട്ബോൾ ഗെയിം ഉണ്ട്, അതല്ലെങ്കിൽ അന്ന് കല്യാണത്തിന് വലിയൊരു പാർട്ടി ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നാടുകളിൽ ഇവർ ഉപയോഗിച്ച് 24 അവർക്ക് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഉണർന്നിരിക്കും. അവർ എനർജി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസം അവർ ഫുൾ ഓഫ് ആയിരിക്കും. ആ എനർജി 24 hours അവർ ഓഫ് ആയിരിക്കും. അങ്ങനെ ഇങ്ങനത്തെ വ്യത്യാസങ്ങൾ ഇപ്പൊ നമ്മളെ മക്കളെ നമ്മൾ എന്നും കാണുന്നുണ്ട്. അതെ അതെ. അപ്പൊ ആ മക്കളിലെ ഈ ചെറിയ ചെറിയ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളെത്തേക്ക് വരാൻ. ഇത് നമുക്ക് ട്രീറ്റ്മെന്റ് എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ ലഹരിയിൽ നിന്ന് നമുക്ക്, ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ നമ്മളെ കണ്ടെത്തി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യാൻ സാധിക്കുക? ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോ ലേറ്റസ്റ്റ് ആയ ലഹരി, കഞ്ചാവാം, MDMA ആവാം, ഇതിനകത്തും ഒരു കൃത്യമായ മരുന്നൊന്നുമില്ല. പിന്നെ മരുന്ന് കഴിച്ചു ഉടനെ തന്നെ അവർ ആ ലഹരി നിർത്തും, അങ്ങനെ ഇല്ല. എന്നാൽ അവർ ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. കാരണം അവരുടെ ചങ്ങാതിമാർ പലരും ഉപയോഗിക്കുന്നുണ്ടാ, ചങ്ങാതിമാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. യെസ്, അതെ. ചില ഞാൻ ഉപയോഗിച്ച് ഞാൻ അത് മോശക്കാരനാണോ, ഞാൻ ഇപ്പോഴും ഇപ്പാൻ്റെ കുട്ടിയാണ്, ഇമ്മാൻ്റെ കുട്ടിയാണ്, ആ ഒരു അവർക്ക് അവരെന്ത് വലിയ ആളെ കാണിക്കാൻ വേണ്ടി, ഒരു ഷോ കാണിക്കാൻ വേണ്ടിയൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളുണ്ട് ചങ്ങാതിമാരുടെ. അപ്പം അങ്ങനത്തെ ചങ്ങാതിമാർ പരമാവധി ഒഴിവാക്കാൻ നോക്കണം, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ ഒഴിവാക്കണം. തീർച്ചയായും. ഒന്ന് പറ്റുമ്പോൾ. രണ്ടാമത് ഇവർക്കൊരു പോസിറ്റീവ് അഡിക്ഷൻ വേണം. അതായത് ഈ കുട്ടിക്ക് ചിലപ്പോൾ നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ കഴിയിക്കാരം, അല്ലെങ്കിൽ നല്ല സ്പോർട്സ് ആഗ്രഹമുള്ള ആളുണ്ടാവും. അപ്പോൾ അവനെ പതുക്കെ അതിലോട്ട് മാറ്റണം. ചിലപ്പോൾ അവൻ നല്ല പാട്ട് പാടാൻ കഴിയും, അതിൽ മറ്റു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതിലോട്ട് മാറ്റിയാൽ അതെ, അവരുടെ എനർജിയും അവരിത് മൊത്തം അതിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇവർ പതുക്കെ എന്താവും, അതിൽ മുന്നോട്ട് പൊക്കും. അപ്പോൾ ഒന്ന് സാഹചര്യം മാറ്റുക, ഒരു പോസിറ്റീവ് അഡിക്ഷൻ ഉണ്ടാക്കുക, പിന്നെ നിരന്തരമായിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ നിരന്തരം കാണണം.
നിലവിൽ കഞ്ചാവ് അല്ലെങ്കിൽ MDMA, ക്രിസ്റ്റൽ മെത്ത്, മാജിക് മഷ്റൂം ഇതിലൊന്നും എക്സാക്റ്റ് മരുന്നുകൾ നിലവിൽ ഇല്ല. എന്നാൽ ഇപ്പോൾ ഒരാൾ ആൽക്കഹോൾ മദ്യത്തിൻ്റെ അഡിക്ഷനാണ്, അതിന് ഒരുപാട് തരം മരുന്നുകളുണ്ട്. അല്ലെങ്കിൽ അതിൽ സിഗരറ്റ് അഡിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബീഡി വേണമെന്നുള്ള ഹാൻഡ്സ് വേണം, അതിനൊക്കെ നല്ല മരുന്നുകളും നല്ല എവിഡൻസും ഉണ്ട്. പക്ഷെ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം ആ ഒരാൾക്ക് ഇത് നിർത്തണം എന്നുള്ളൊരു മോട്ടിവേഷൻ വേണം. അത് അവന് തന്നെ ഒരു തോന്നൽ വേണം. അതെ, അല്ല കുടുംബത്തിന്റെ തോന്നലല്ല, അവനെ ഇതിൽ നിന്ന് മാറണം എന്നുള്ള ചിന്ത ആദ്യം വരുത്തണം. അതല്ല ഏറ്റവും ബെറ്റർ ആയിട്ട് വേണ്ടത്. അതെ. എന്താണ് ഡോക്ടർക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത് ഇതിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട്? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഡോക്ടർക്ക് പറയാനുള്ളത്? നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, കാലം ഒരുപാട് മാറി. ഇപ്പൊ പല രക്ഷിതാക്കളും പറഞ്ഞ് ആ വീട്ടിലെ കുട്ടി ഉപയോഗിക്കണം, എൻ്റെ കുട്ടി ഉപയോഗിക്കില്ല. രക്ഷിതാക്കളിൽ നിന്ന് തുടങ്ങണം. അതെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം എന്നെ ഒരാഴ്ച മുമ്പ് ഒരാൾ കാണാൻ വന്നു. അപ്പോൾ ആ കുട്ടി ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് അവന് ബൈക്കുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നു. പോലീസ് കൈ കാണിച്ചു. അപ്പോൾ പോലീസിന് കുറച്ച് കഞ്ചാവും MDMA കിട്ടി. അപ്പോൾ അങ്ങനെ പോലീസ് പറഞ്ഞിട്ടാണ് അവരെൻ്റെ അടുത്ത് കാണാൻ വരുന്നത്. പക്ഷെ ആ ഉപ്പ പറഞ്ഞ കാര്യമുണ്ട്, എൻ്റെ കുട്ടി ഉപയോഗിച്ചിട്ടില്ല. ആ ഉപ്പാക്ക് 100% ഉറപ്പാണ് എൻ്റെ കുട്ടി ഉപയോഗിച്ചിട്ടില്ല. പോലീസുകാർക്ക് അബദ്ധം പറ്റിയാണ്. പക്ഷെ പോലീസ് പറഞ്ഞു അവരെ കൂടുതലുള്ള ആൾക്കാർ 3-4 തവണ പോലീസ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പോലീസ് ഇവരെ പിടിക്കുന്നത്, ഇവരെ മൊബൈലിൽ ട്രേസ് ചെയ്തിട്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഒരടുത്ത ആഴ്ച ബാംഗ്ലൂർ പോവല്ലേ, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇന്ന് അഡ്മിറ്റ് ആയിക്കോളൂ, ഞാൻ യൂറിൻ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. യൂറിൻ ചെക്ക് ചെയ്യുന്നപ്പോ ആ മോന് സമ്മതിക്കുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മക്കള് നമ്മൾ 100% ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ഇതുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം, ആ നിർദ്ദേശം പാലിക്കണം. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഏത് സമയത്താണ് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടത്? ഇന്ന ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ കാണിക്കണം എന്ന് പറയുന്നത് പലപ്പോഴും സംഭവിക്കുക വെച്ചാല് തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം മദ്യം പോലെ മണമില്ല, അല്ലെങ്കിൽ മദ്യം പോലെ വയലന്റ് ആവുന്നില്ല, അല്ലെങ്കിൽ വലിയ വലിയ സാമ്പത്തികമായിട്ട് വളരെ ചെറിയ പൈസ നിനക്ക് ആവുന്നുള്ളൂ. തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവായ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മൾ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം. ഇവരുടെ ഉറക്കത്തിൽ നിന്ന് വ്യത്യാസം ഉണ്ടോ, ഇവർ ആരെ കൂടെ പോകുന്നു, എപ്പോൾ തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് വ്യത്യാസം ഉണ്ടോ, അതല്ല ഇവരെ കണ്ണിൽ നിറവ്യത്യാസം അല്ലെങ്കിൽ ചോപ്പുണ്ടോ, അതിൽ തടി കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ സ്വഭാവത്തിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടോ, പെട്ടെന്ന് വയലൻ്റ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ പൈസ മോഷ്ടിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെറിയുണ്ടോ, അപ്പോൾ അവർ ഒരു ഡോക്ടറെ കാണിക്കുക. എന്നിട്ട് ആ ഡോക്ടറുമായിട്ട് സൈക്കാട്രിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം മറ്റുള്ള കാര്യങ്ങൾ ട്രീറ്റ്മെന്റിന് പോകാനല്ലേ. അതുപോലെ ഡോക്ടറെ, നമുക്കിപ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ കാണാം, ഈ പ്രസവം നടന്ന സ്ത്രീകളിൽ കുറേ ഡിപ്രഷൻ ടൈപ്പൊക്കെ കാണാറുണ്ട്. അതെന്താണ് അതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, പ്രഗ്നൻസി, ഗർഭാവസ്ഥ എന്ന് പറയുന്നത് അതൊരു സാധാരണ സംഭവമാണ്. പക്ഷെ ആ സമയത്ത് ഒരുപാട് ഹോർമോണൽ വ്യത്യാസങ്ങൾ, ന്യൂറോ കെമിക്കൽ വ്യത്യാസങ്ങൾ നമ്മൾ തലച്ചോറുണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് രാത്രി ഉറക്കമില്ലാതെയാവും. ചിലപ്പോൾ ഭയങ്കര സങ്കടവും, പെട്ടെന്ന് കരച്ചിൽ വരും, ചിലപ്പോൾ ഭയങ്കര ദേഷ്യം വരും. അപ്പോൾ ഈ സമയത്ത് ഇതിനെ ഡിപ്രഷൻ, പ്രഗ്നൻസി ഡിപ്രഷൻ എന്ന് പറയും, ഭയങ്കര കോമൺ ആണ്. അതായത് 10% ആളുകൾക്ക് വരെ വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഇത് ഉണ്ടായിരുന്നോ? കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ ഒരു പ്രഗ്നൻസി ഡിപ്രഷൻ. എന്താണ് അതിനെ? അതൊരു എക്സാക്റ്റ് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നിലവിലെ പഠനങ്ങൾ പറയുന്നത് 10% സ്ത്രീകൾക്ക് അവരുടെ പ്രസവത്തിന് ശേഷം അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ ഇങ്ങനെ വരാം. ഇതിന് ഏറ്റവും വലിയ ഡേഞ്ചർ ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞ ശേഷം സിംറ്റംസ് കൂടാം. കാരണം പ്രത്യേകിച്ച് കുട്ടി പാല് കൊടുക്കുന്ന ഇടക്കിടക്ക് എണീക്കും, അപ്പോൾ അവരുടെ ഉറക്കം ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്, മിസ്സാവുന്നുണ്ട്. പിന്നെ സംഭവിക്കുന്നത് ഇവർക്ക് ഓൾറെഡി ഹോർമോൺ വ്യതിയാനങ്ങൾ വരുന്നുണ്ട് ഡെലിവറിക്ക് ശേഷം, പ്രസവത്തിന് ശേഷം. പിന്നെ സംഭവിക്കുന്നത് പെട്ടെന്ന് കരച്ചിൽ വരും, കുട്ടിനെ നോക്കാൻ കഴിയുന്നില്ല. അതുപോലെ നമ്മൾ ഭർത്താക്കന്മാരെ ദേഷ്യം വരുന്നു. ചിലപ്പോൾ തോന്നുന്നു ഞാൻ എന്താ ജീവിക്കുന്നില്ല, മരിക്കണം, ആത്മഹത്യ ചെയ്യണം. അപൂർവമായി സംഭവിക്കുന്നത്. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു 5 വർഷമായി പ്രാക്ടീസ് തുടങ്ങിയിട്ട് 1-2 കേസ് കുട്ടിയെ കൊല്ലണം എന്ന് ചിന്ത, അല്ലെങ്കിൽ കുട്ടിയെ കൊല്ലാൻ വേണ്ടി കഴുത്ത് നിൽക്കുന്ന സാഹചര്യം. അപ്പോഴാണ് വീട്ടുകാർ ഈ അടുത്ത കാലത്ത് ഒരു ന്യൂസിലുണ്ടായിരുന്നല്ലോ, ഒരു അമ്മ കുട്ടിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളൊരു, ഞാൻ സൈക്കാട്രിസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഇതൊക്കെ ഡിപ്രഷൻ, പ്രസവാന ഡിപ്രഷൻ നമ്മൾ കാര്യമാക്കൂല. നമ്മൾ ആ പെൺകുട്ടി അഭിനയിക്കുകയാണ്, ഓള് എന്താണ് നമ്മളെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യാന്നൊക്കെ പറയും. പ്രത്യേകിച്ച് ചില അമ്മായിമാരൊക്കെ അങ്ങനെ കമന്റ് ചെയ്യും. പക്ഷെ ഈ പെൺകുട്ടിക്ക് ഡിപ്രഷൻ എന്ന് മനസ്സിലാവില്ല. പലപ്പോഴും ഞാനിപ്പോ 5 വർഷം 2-3 കേസാണ് ഈ കുട്ടിനെ കൊല്ലാനുള്ള ലെവലിലോട്ട് ഡിപ്രഷൻ കൂടി. അസുഖമാണ് തിരിച്ചറിഞ്ഞിട്ടില്ല.
ആൾക്കാർ ഇതിനെ വളരെ നെവർ മൈൻഡ് ആക്കും. മലപ്പുറം ഭാഷ പറ നെവർ മൈൻഡ് ആക്കും. നമ്മളവിടെ എപ്പോഴും ഇത്തരം കേസുകളിലൊക്കെ ഉസ്താദുമാരടുത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഊതിക്കെട്ടുക അങ്ങനത്തെ പരിപാടികളാണ്. അപ്പോൾ ആളുകൾ ചികിത്സാ രംഗത്തേക്ക് അന്നത്തെ കാലത്തൊന്നും വരാൻ കുറെ മടിയുണ്ട്. ഇപ്പൊ എന്താണ് സ്റ്റേജ്? ഞാൻ വളരെ പോസിറ്റീവ് കാണുന്നത്. എനിക്ക് ഒരുപാട് ഉസ്താദുമാര് തങ്ങന്മാര് എൻ്റെ പേര് പറഞ്ഞ് കേസ് റെഫർ ചെയ്യും. അവർക്കറിയാം ഇത് ഡിപ്രഷനാണ്, അവരെ ലെവലിൽ നിൽക്കൂല. കാരണം എനിക്ക് വ്യക്തിപരമായ പേര് ഞാൻ പറയുന്നില്ല. ഒരുപാട് പേര് ഞാൻ മലപ്പുറത്തും കോട്ടക്കൽ വർക്ക് ചെയ്യുമ്പോൾ ഇത് സലാം ഡോക്ടറെ കണ്ടോളൂ, ഇത് എൻ്റെ കേസ് അല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കേസ് എനിക്ക് റെഫർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ സെക്കു പറഞ്ഞ പോലെ ചിലപ്പോൾ അങ്ങനത്തെ ഉണ്ടായിരിക്കാം. പക്ഷെ പഴയ കാലത്ത് ഇപ്പൊ സൈക്കാട്രിസ്റ്റിന് അത്ര അവൈലബിൾ കാലത്ത് പലരും അവരായിരിക്കും കണ്ടിരിക്കാം. പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമാണ് ഇതിലേക്ക് പോകാനുള്ള കാരണം. ആ തുടക്കത്തിൽ ഒരു ഹോർമോൺ വ്യതിയാനം ഉണ്ട്. ഹോർമോൺ വ്യത്യാസങ്ങൾ ഗർഭാവസ്ഥയിലും ഡെലിവറി കഴിഞ്ഞാലും ഉണ്ട്. പിന്നെ അതിന് പുറമെ എന്താ, ഗർഭാവസ്ഥയിലായാലും ഡെലിവറി കഴിഞ്ഞാലും ഉറക്കത്തിന് ചെറിയ പ്രശ്നങ്ങൾ വരും. ഉറക്കത്തിന് പ്രശ്നം രാവിലെ ഒരു ഫ്രഷ്നെസ് തോന്നില്ല രാവിലെ. പിന്നെ അതിങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞാൽ കൂടി വരും. ഇവർക്കുള്ള ചികിത്സാ രീതി എങ്ങനെയാണ്? ഏറ്റവും ഇമ്പോർട്ടൻസ്, ഏറ്റവും പ്രശ്നം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസി ഡിപ്രഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുട്ടിയുടെ ആരോഗ്യത്തെയും അമ്മയുടെ ആരോഗ്യം ബാധിക്കും എന്ന് മാത്രമല്ല, ചിലപ്പോൾ കുട്ടിയെ കൊന്ന് അമ്മ ആത്മഹത്യ കേസുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അവരുടെ ഡോക്ടറെ കാണണം, സൈക്കാട്രിസ്റ്റ് കാണണം, മരുന്ന് നിർബന്ധമായിട്ടും കൊടുക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ കുട്ടിയെ കൊല്ലണ ചിന്ത അല്ലെങ്കിൽ ആത്മഹത്യ ചിന്ത വന്ന നിർബന്ധമായിട്ടും അവർ അഡ്മിറ്റ് ആക്കണം. ഇത് എല്ലാവർക്കും കൊടുക്കണോ ഈ ഒരു ചികിത്സ? പ്രസവിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും കൊടുക്കണോ, അതോ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നവർക്കാണോ, എങ്ങനെയാണ്? നമ്മൾ പറയാറ്, ഇപ്പൊ ഞാൻ പറയാം 10% എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കാണ് വളരെ സാധാരണയാണ്. ഇപ്പൊ നമ്മളൊരു 10 വീടുണ്ടെങ്കിൽ ആ വീട്ടിലൊരു ഗർഭിണി ഉണ്ടെങ്കിൽ അവർക്ക് വരാം. എന്റെ ആശുപത്രിയിൽ ഒരു മാസം 600 പ്രസവം നടക്കും. എന്റെ ആശുപത്രിയിൽ വലിയ ആശുപത്രിയാണ്. അപ്പോൾ അവിടെ ഒരു 60 പേർക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് അവരോട് പറയും ഇന്ന സിംറ്റം ഉണ്ട്, ഇല്ല ഉറക്കമില്ല, അവർക്ക് ഭയങ്കര സങ്കടമാണ്, ഭയങ്കര കരച്ചിലാണ്, ഭയങ്കര ദേഷ്യമാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറയും. അവർ ഭർത്താക്കന്മാരോടും അമ്മായിമാരോടും. പലപ്പോഴും നമ്മൾ സംഭവിക്കുന്ന അമ്മായിമാരാണ് ഇതൊക്കെ തീരുമാനിക്കുക നമ്മുടെ നാട്ടിലൊരു വെച്ചിട്ട്. അപ്പോൾ ഗൈനക്കോളജിസ്റ്റ് ഒരുപാട് പേര് എനിക്ക് ചിലപ്പോൾ ഗർഭാവസ്ഥയിലും ഡെലിവറി കഴിഞ്ഞ് ഒരുപാട് പേര് റെഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ ചികിത്സിക്കാൻ എനിക്ക് എളുപ്പമാണ്. ഇത് രോഗിയെ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒപ്പം നിൽക്കുന്ന കുടുംബക്കാർക്ക് നമുക്ക് കൗൺസിലിങ്ങിന് വേണ്ടി വരും. അതായത് ഭർത്താവിന് അല്ലെങ്കിൽ ആ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ഇതിന്റെ കൗൺസിലിംഗ് ആവശ്യമുണ്ട്. അതോ രോഗിക്ക് മാത്രമാണോ ചികിത്സ വേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ സിവിയർ ആവുമ്പോൾ ചില രോഗിക്ക് ആ ഇൻസൈറ്റ് ഉണ്ടാവില്ല. എനിക്ക് രോഗമുണ്ട്, ഇതൊക്കെ എൻ്റെ രോഗത്തെ ലക്ഷണം ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. പിന്നെ ഈ അമ്മായിയമ്മ അല്ലെങ്കിൽ നാത്തൂമാര് ഒക്കെ പറയുന്നത് എന്താ, ഇവരിത് കളിക്കുകയാണ്, അവൾ ഷോ കാണിക്കുകയാണ്, അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കാണിക്കുകയാണ്. ചില ഭർത്താക്കന്മാരും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇതൊരു രോഗമാണ്, നിങ്ങൾക്ക് മാത്രമല്ല, വളരെ സാധാരണയാണ്. മരുന്ന് കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇത് സങ്കീർണമാവാം. ചിലപ്പോൾ ആത്മഹത്യ ചിന്തയിലോട്ട് അല്ലെങ്കിൽ കുട്ടി ഉപദ്രവ ചിന്തയിൽ വരാം. 1-2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കുറേ ആൾ കൺവിൻസ് ആവും. നമ്മള് നാട്ടില് ഇപ്പൊ കോമൺ ആയിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് സ്ട്രെസ്. ഈ സ്ട്രെസ് എന്നുള്ളത് ശരിക്കും ഒരു രോഗമാണോ, എന്താണ് ഡോക്ടറെ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഒരു തീരെ സ്ട്രെസ് ഇല്ലെങ്കിൽ നമ്മളൊരു ജോലിയും ചെയ്യില്ല, നമ്മളൊരു ബിസിനസ്സും ചെയ്യില്ല, ചിലപ്പോൾ ഒരു അധ്വാനം ചെയ്യില്ല. അപ്പോൾ ഒരു മൈൽഡ് ടു മോഡറേറ്റ് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കുള്ളൂ. ആ ഒരു ചെറിയ ഭയം ഉണ്ടാകുമ്പോഴേ നമ്മൾ കൂടുതൽ ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ കൂടുതൽ ജോലി ചെയ്യാം. എന്താണ് ചെയ്യുന്നത്, ആ ഒരു മോഡറേറ്റ് സ്ട്രെസ് കൊണ്ടാണ് നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നത്. നിങ്ങളൊക്കെ അറിയാം, നമ്മുടെ സ്റ്റാഫ് കുറച്ച് സ്ട്രെസ് ഉണ്ടെങ്കിൽ അവർ വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ സിവിയർ സ്ട്രെസ് വന്നു, ഭയങ്കര ടെൻഷൻ, ഭയങ്കര ചിന്ത, നമ്മളെ ഉറക്കമില്ല, നമ്മുടെ മറ്റുള്ള ജോലിയിലൊന്നും നമ്മൾ നോക്കുമ്പോൾ അതിലൊന്നും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല ഈ സ്ട്രെസ് കാരണം. അങ്ങനെ നമ്മളെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുമ്പോൾ നമ്മൾ അതൊരു രോഗമായിട്ട് കണക്കാക്കണം. നിർബന്ധമായിട്ട് സൈക്കാട്രിസ്റ്റിനെ കാണണം, എന്നിട്ട് ഡിസ്കസ് ചെയ്യണം ഡോക്ടറോട്. ഡോക്ടർ, ഇതൊക്കെയാണ് എൻ്റെ സിംറ്റംസ്, ഞാൻ മരുന്ന് എടുക്കണോ അതോ വേറെ എന്താ ചെയ്യണോ? അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ എന്തായാലും നിങ്ങൾ കാണിക്കണം. സ്റ്റേജിൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് ഉണ്ടാവില്ല. ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് എണീക്കും. രാവിലെ എണീക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല. രാവിലെ എണീക്കുമ്പോൾ തന്നെ ആലോചനയാണ്, ഇന്നിപ്പോ എന്തൊക്കെ ചെയ്യണ്ട്,
അത് ചെയ്യണം ഇത് ചെയ്യണം എന്നാൽ ഒന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ? ഇല്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശ്രദ്ധ ഉണ്ടോ? ശ്രദ്ധ ഇല്ല. മിസ്റ്റേക്കുകൾ വരുത്തുന്നു, ഫോക്കസ് കുറയുന്നു. അങ്ങനെ നിരന്തരമായി വരുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ നമ്മൾ സ്റ്റാഫിനോട് ദേഷ്യപ്പെടുന്നു, വൈഫിനോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഒരുപാട് സ്വഭാവങ്ങൾ വരുന്നു. ഉറക്കമില്ല, പിന്നെ ഭക്ഷണമൊക്കെ വിശപ്പില്ല, എപ്പോഴും ഒരു ഗ്യാസ്ട്രൈറ്റിസ് പോലെ ഒരു രുചി തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്കത് മനസ്സിലാവില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വൈഫിന് അല്ലെങ്കിൽ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിനൊക്കെ ഇത് മനസ്സിലാവുക, സാറിന് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. അപ്പൊ അവര് മനസ്സിലാക്കുക എന്തായാലും നമ്മൾ നിർബന്ധമായിട്ട് സൈക്കാട്രിസ്റ്റിനെ കാണണം. അതൊരു രോഗി എന്തായാലും സമ്മതിക്കൂല എനിക്ക് രോഗം ഉണ്ട് എന്നുള്ള കാര്യം. അതെ, കാരണം ഏറ്റവും വലിയ പ്രശ്നം ഈ മാനസികാരോഗ്യത്തിൽ ഏറ്റവും പ്രശ്നമുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞാല് ഒരു മോഡറേറ്റ് സ്ട്രെസ് കൊണ്ടാണ് നമ്മൾ ഔട്ട്പുട്ട് കൂടുന്നത്. അതൊരു സിവിയർ ലെവലിലോട്ട് പോകുമ്പോഴാണ് എന്താകുന്നത്, ഒരു അസുഖം. അപ്പൊ അവര് സമ്മതിക്കൂല തുടക്കത്തില്. അമീനെ, ഈ സ്ട്രെസ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ബിസിനസ്സുകാർക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിലാന്ന് എല്ലാവരും പറയും, പഠനങ്ങളൊക്കെ അങ്ങനെ പറയുന്നത്. പക്ഷെ ഒരു അതായത് പണം കൂടിക്കഴിഞ്ഞാൽ സ്ട്രെസ് കൂടും. ഈ പണം കൂടിയ ആളുകളിലേക്ക് ഈ ആത്മഹത്യ ടെൻഡൻസി കാണുന്നുണ്ട്. പല ബിസിനസ്സും നമ്മൾ ഈ ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാറുണ്ട്. നല്ല ടേൺ ഓവർ ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് വരെ ഇതാവുന്നുണ്ട്. അതിലേക്കുള്ള ഒരു കാരണം എന്തായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ ഒരു ഡിപ്രഷൻ, അതായത് പണവും ആത്മഹത്യ തമ്മിൽ ബന്ധമുണ്ടെന്ന് വെച്ചാൽ സത്യം പറയാൻ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, ഒരു ആത്മഹത്യ ചെയ്യുന്ന തൊട്ട് മുമ്പത്തെ അവസ്ഥ അവർ ഡിപ്രഷനിലായിരിക്കും. അതായത് ഒരാൾക്ക് ഭയങ്കര സങ്കടം, ഭയങ്കര വിഷമം, പഴയ പോലെ അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യമൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് ചങ്ങാതിമാരെ കൂടെ പോകാനോ അല്ലെങ്കിൽ ഒന്ന് കളിക്കാനോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ തോന്നുന്നു എന്തിനാ ജീവിക്കുന്നത്, മരിക്കണം, അങ്ങനെ കുറേ ചിന്തകൾ വരുന്നു. ഹോപ്പ്ലെസ്നെസ്, അല്ലെങ്കിൽ തോന്നും രാത്രി ഉറങ്ങാൻ നേരത്ത് രാവിലെ മരിച്ചു കിട്ടിയാൽ മതിയല്ലോ, എന്നാൽ ഈ പ്രയാസം അനുഭവിക്കണ്ടല്ലോ, അങ്ങനെ ചിന്തകൾ വരും. പതിയെ ആ ചിന്ത കൂടി ഓക്കെ ഇന്നൊരു കയറെടുക്കാം, അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മരിക്കാനുള്ള പ്ലാനുകൾ ഉണ്ടാക്കും. ഇങ്ങനെ ഒരു ഘട്ടമായിട്ടാണ് ഇത് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ 2-3 ബിസിനസ്സുകാരെ ഒരു എക്സാമ്പിൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവർ പെട്ടെന്ന് സൂയിസൈഡ് സാഹചര്യം. വലിയ ബിസിനസ് നമ്മളൊക്കെ ഒരുപക്ഷെ ആരാധിക്കുന്ന അത്രയും വലിയ ബിസിനസ്സുകാരാണ്. അവർക്ക് ബൈപോളർ ഡിപ്രഷൻ സംഭവം ഉണ്ട്. അതായത് നമുക്ക് മനസ്സിലാവില്ല, അവർക്ക് വളരെ ആക്റ്റീവായി എനർജറ്റിക് ആയ ആൾക്കാരും അവരൊരു മാനിക് സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ ഭയങ്കര ചിലപ്പോൾ ഒരു ഹൈപ്പോമാനിക് സ്റ്റേറ്റിലൊക്കെ കുറച്ച് നല്ല ഔട്ട്പുട്ടും നല്ല ബിസിനസ് ഉണ്ടായിരിക്കും. സഡൻ ആയിട്ടായിരിക്കും അവർ ഡിപ്രഷനിൽ പോയിട്ടുണ്ടായിരിക്കാം. അത് മനസ്സിലായിട്ടുണ്ടാവില്ല, ഫാമിലിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സ്റ്റാഫിന്. ഡിപ്രഷൻ സ്റ്റേജ് ഒരു സൈക്കാട്രിസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഐഡന്റിഫൈ പറ്റാത്തത് കൊണ്ട് അവർ സിവിയർ ഇതിലോട്ട് പോയി പിന്നെ സൂയിസൈഡ് ചെയ്യുന്ന സംഭവിക്കും. തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ആ സമയത്ത്, ആ ഒരു പോയിന്റിൽ. ഈ പോയിന്റ് കണ്ടെത്തി ചികിത്സിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയ കാര്യമല്ലേ? അതെ, അതാണ് ഇത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം ആ സ്റ്റേജിലെത്തുമ്പോൾ പലപ്പോഴും ഈ ഒരു വ്യക്തിക്ക് എനിക്ക് രോഗമുണ്ട് എന്ന് ആൾക്കറിയില്ല. ഇപ്പൊ ഉദാഹരണം എൻ്റെ കൈ ഒടിഞ്ഞു, ഫ്രാക്ചറാണ്, നല്ല വേദന ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ പൊട്ട് കണ്ടു. പക്ഷെ ഇതേപോലെ ഈ രോഗിക്കും അറിയില്ല, ഇയാളെ കൂടുതലും അറിയില്ല. മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുണ്ട് സൈക്കോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയും. അതായത് ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം. അത് ഒരു സൈക്കാട്രിസ്റ്റ് ചെയ്യുന്ന സൈക്കോളജിക്കൽ ഓട്ടോപ്സി. ഈ ആത്മഹത്യ ചെയ്ത ആൾക്കാരെ നമ്മൾ നോക്കും, ഇവർ എങ്ങനെ ഇങ്ങോട്ട് എത്തിയത്, ആ സാഹചര്യം നോക്കും. അപ്പൊ നോക്കുമ്പോൾ മനസ്സിലാവും ഇവർക്ക് ഡിപ്രഷന്റെ കുറെ സിംറ്റംസ് ഉണ്ടായിരുന്നു, ബോഡിയിൽ കാണാൻ സാധിക്കും. അതിന് മുമ്പത്തെ 2 ആഴ്ച അവർ എങ്ങനെ വീട്ടിൽ നിന്ന് പെരുമാറിയത്, അവരുടെ സ്റ്റാഫ് എങ്ങനെ പെരുമാറിയത്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എങ്ങനെ പെരുമാറിയത്, ഈ പറഞ്ഞ എല്ലാ സിംറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഇവരാരും അവെയർ അല്ല. അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ ഭയങ്കര പാടാണ്. ഭയങ്കര. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ പാർട്ട്ണർ, നമ്മുടെ വൈഫ്, ഹസ്ബൻഡ്, മക്കള്, അല്ലെങ്കിൽ നമ്മളെ കൊളീഗ്സ് നിരന്തരമായിട്ട് നോക്കണം. ഇവരിലെ ഈ ചെറിയ ചെറിയ വ്യത്യാസം ശ്രദ്ധിക്കണം. ഈ അണുകുടുംബം ആയതുകൊണ്ട് ഇപ്പോ അത്തരം ഇത് കുറവാണ്. അണുകുടുംബം ആയതുകൊണ്ട് പണ്ട് നമ്മൾ ആലോചിച്ചു, പണ്ടൊരു വീട്ടില് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പ്രയാസം ഐഡന്റിഫൈ ചെയ്യാനും എളുപ്പമാണ്, അത് അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്, അവരെ കെയർ ചെയ്യാൻ എളുപ്പമാണ്, ആളുകൾ കൂടെ ഉണ്ടാവും. അതെ. പക്ഷെ ഇന്നിപ്പോ ആലോചിച്ചോണ്ട് ഒരു ഉപ്പ, ഒരു ഉമ്മ, 2 മക്കള്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതിനകത്ത് ആർക്കെങ്കിലും പ്രശ്നം മാറ്റാൻ കാണാൻ പറ്റിക്കോണമെന്നില്ല. അപ്പൊ അത് അണുകുടുംബം ആയപ്പോൾ സാഹചര്യങ്ങൾ കൂടി, രോഗം ഉണ്ടാകാൻ സാഹചര്യം കൂടി, ഇനി വന്നാലും ചികിത്സ കിട്ടാതിരിക്കാനുള്ള സാഹചര്യം കുറച്ച് കൂടി. കേൾക്കാൻ ആളില്ലാത്തൊരവസ്ഥ വരികയാണല്ലേ? വളരെ കറക്റ്റാണ്. കാരണം ഇന്ന് ലോകത്തിൽ ഇല്ലാത്തൊരു കാര്യം കേൾക്കാൻ ഒരാളില്ല. ഒരു എമ്പത്തറ്റിക് ലിസണിങ്. ഇപ്പൊ എൻ്റെ അടുത്ത് ചില ആൾക്കാർ വരും, അതായത് അവർ ഓൾറെഡി ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നുണ്ടായിരിക്കും, മരുന്ന് കഴിക്കുന്നുണ്ടായിരിക്കും.
അപ്പോൾ എന്നത് പറയും ഡോക്ടർ ഞാൻ ആ ഡോക്ടർ മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ ആ ഡോക്ടർ ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. പക്ഷേ ശരിയാണ്, നിങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ച് തിരക്ക് കുറവുണ്ട് ചില ദിവസങ്ങളിൽ, ഞാൻ അതുകൊണ്ട് വന്നാണ്, നിങ്ങൾ കുറച്ച് കേട്ടിരുന്നാൽ മതി അങ്ങനെ പറയും. അപ്പൊ നമ്മൾ ജസ്റ്റ് കേട്ടാൽ മതി. അപ്പൊ ആ വ്യക്തിക്കും അറിയാം കേട്ടാൽ മതി. ഇതുപോലെ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ചില നമ്മുടെ വീടുകളിൽ നമ്മൾ ഭാര്യമാരുണ്ടാവും, അല്ലെങ്കിൽ ഭർത്താക്കന്മാരുണ്ടാവും, അല്ലെങ്കിൽ ഉമ്മമാരുണ്ടാവും. അവരെ കേൾക്കാന് സമയമില്ല, ആളുമില്ല. പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞു പഴയ കാലത്ത് അതിൽ വീട്ടിൽ കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് അതുപോലെ വീടുകൾ അടുത്തടുത്ത് മതിലുകളൊന്നും ഇല്ല. അപ്പൊ അവര് കുറെ സംസാരിക്കാനും കേൾക്കാനൊക്കെ ഒരാളുണ്ട്. ഇന്ന് ആ സാഹചര്യങ്ങളില്ല, ഇല്ലാതെയായി. പിന്നെ ഇത്തരം ഈ പിന്നെ ചികിത്സ തേടുന്ന ആളുകളിലേക്ക് ഒരു തെറ്റിദ്ധാരണ എന്നുള്ളത് ഷോക്ക് ട്രീറ്റ്മെന്റിലേക്ക് പോകും എന്നുള്ളൊരു അല്ലെ പൊതുവെ. അപ്പൊ അതിലേക്ക് കുട്ടികളെ കൊണ്ടാക്കാന് ഡോക്ടർക്ക് പോകാനൊക്കെ ഭയങ്കര ഒരു മടി കാണിക്കും. അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ അയൽവാസി എന്ത് പറയും. എന്റെ കുട്ടിയെ ട്രീറ്റ്മെന്റിന് ഒരു സൈക്കാട്രിസ്റ്റിന് കൊണ്ടുപോകുമ്പോൾ ഇതൊരു ഒരു പൊതു ഒരു പ്രശ്നമാണ് ഈ അതായത് അയൽവാസിക്ക് പ്രശ്നം തോന്നുകയാണ്, കുട്ടിക്ക് പ്രശ്നം ജീവിതത്തെ ബാധിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങോട്ട് എത്താനൊരു സമയക്കുറവുണ്ടോ സംശയമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് ഡിപ്രഷൻ, വിഷാദരോഗം വന്നു, അത് സിവിയറായി, സങ്കീർണമായി, അപ്പൊ ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്തിനാ ജീവിക്കുന്നത്, മരിക്കണം, ആത്മഹത്യ ചെയ്യണം. ആ ചിന്ത വന്നു കഴിഞ്ഞാൽ അത് മരുന്ന് കൊടുക്കണം. പക്ഷെ മരുന്ന് കൊടുത്ത് അതിന്റെ എഫക്റ്റ് വരാൻ ചിലപ്പോൾ ഒരാഴ്ച 10 ദിവസം എടുക്കും. അപ്പൊ എൻ്റെ അടുത്തേക്ക് രോഗി വരാണ്, ഡോക്ടറെ എനിക്ക് ഇന്ന് മരിക്കണം, ഇന്ന് ആത്മഹത്യ ചെയ്യണം, ഇന്ന് ഞാൻ ഓൾറെഡി ലെറ്റർ എഴുതിയിട്ടുണ്ട്, ഞാൻ ഇന്ന് മരിക്കാൻ പോകും. ജസ്റ്റ് ഡോക്ടർ പറയാം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഒരു ഗുളിക കൊടുത്താൽ ആ ഗുളികയുടെ എഫക്റ്റ് വരാൻ ഒരാഴ്ച എടുക്കും. ആ ഒരാഴ്ച ഞാൻ എങ്ങനെ ജീവിക്കാം? അപ്പൊ ഞാൻ അവരെ അഡ്മിറ്റ് ആക്കും. അഡ്മിറ്റ് ആകാൻ നിർബന്ധമാണ്. ലീഗലി ഒരാൾ എന്നോട് എന്ന് പറയാണ് മരിക്കാൻ പോകുന്ന അഡ്മിറ്റ് ആകാൻ നിർബന്ധം, അഡ്മിറ്റ് ആക്കും. മരുന്നിന്റെ എഫക്റ്റ് വരത്തിന് സമയം എടുക്കും. ഞാൻ എന്ത് ചെയ്യും? ആ സമയത്താണ് നമ്മൾ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി അഥവാ ഷോക്ക് ട്രീറ്റ്മെന്റ് അഥവാ ECT കൊടുക്കുന്നത്. അതെങ്ങനെ കൊടുക്കുന്നത്? ഈ വ്യക്തിക്ക് നമ്മൾ ചെറിയ അനസ്തേഷ്യ കൊടുക്കും, മസിൽ റിലാക്സേഷൻ കൊടുക്കും. ആ വ്യക്തിയെ മയക്കി കടത്തിരിക്കുകയാണ്. എന്നിട്ട് ചെറിയൊരു ഷോക്ക്, ചെറിയ അളവ് കറണ്ട്, അതൊരു 10 സെക്കൻഡേ പാസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ജസ്റ്റ് വെക്കും. ആ വെക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരു അപസ്മാരം പോലെ വരും. അതിനൊരു മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഈ ആളുടെ ചിന്ത മാറാണ്. ഒറ്റയടിക്ക് പിന്നെ പിറ്റേഴ്സ് ഞാൻ കാണുമ്പോൾ ആൾക്ക് മരിക്കണ ചിന്തയില്ല, പക്ഷെ അത് മരിക്കണ ചിന്ത. അതായത് ഡോക്ടറെ എനിക്ക് ഇപ്പൊ പോകണം, എനിക്ക് ഇപ്പൊ മരിക്കണം, ആ ചിന്ത പതുക്കെ മാറാം. കാരണം ലോകത്ത് ഏറ്റവും പഴക്കം ചെന്ന ട്രീറ്റ്മെന്റ് ആണ് ECT. 200 കൊല്ലായി. പക്ഷെ ഇന്നും അത് തുടരാൻ കാരണം അതിന് അത്രയും എഫക്റ്റ് ഉണ്ട്, പവർഫുൾ ഉണ്ട്, ഭയങ്കര ഫാസ്റ്റ് ആക്ടിങ് ആണ്. ഏറ്റവും ഫാസ്റ്റ് ആക്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഞാൻ പഠിച്ചത് ഇതിന്റെ ഏറ്റവും വലിയ കോളേജാണ് നിംഹാൻസ്. ഞാൻ അവിടെ ഒരു ദിവസം 30 പേര് കൊടുത്ത ദിവസമൊക്കെ ഉണ്ട്. അതായത് ഞാൻ രാവിലെ 6 മണിക്ക് പോയി ഒരു 30 രോഗികൾക്ക് വരെ കൊടുത്ത ദിവസങ്ങളുണ്ട്. കാരണം അത്രയും എഫക്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ നിംഹാൻസിലൊക്കെ കൊടുക്കുന്നത്. അപ്പൊ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ മോഡിഫൈഡ് ECT എന്ന് പറയാം. അതായത് അവർക്ക് അനസ്തേഷ്യയും മസിൽ റിലാക്സ് കൊടുത്തിട്ട് അവർക്ക് ഇതിന് ഒരു പ്രയാസങ്ങളും ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കണ്ടിരുന്ന ചില ആളുകൾക്ക് ജിന്ന് കൂടുക, അതായത് ചാത്തം കൂടുക എന്നൊക്കെ പറയുന്ന കുറെ സിംറ്റംസ് ഉണ്ടല്ലോ. അങ്ങനത്തെ ആളുകളിലേക്കാണ് അത് പെട്ടെന്ന് കൊടുക്കേണ്ടി വരിക? അതോ സാധാരണ നമ്മൾ കൊടുക്കാറ് എപ്പോഴും ഒരു ആത്മഹത്യ ചിന്ത വരുമ്പോൾ അതിനകത്ത് വേറെ ഫാസ്റ്റ് ആക്ട് ചെയ്യാൻ മാത്രം ആണ് ഇത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ സിംറ്റംസ് ചിലപ്പോൾ ഒരു സൈക്കോട്ടിക് സിംറ്റത്തിനാവാം, അല്ലെങ്കിൽ ഡിസോസിയേഷൻ ആവാം. മൾട്ടി പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ. നമ്മൾ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി കണ്ടീഷൻ. അത്തരം കണ്ടീഷനിൽ നമ്മൾ പൊതുവെ ഇത് കൊടുക്കാറില്ല. ഇനി 1-2 സിനിമ വ്യക്തിപരമായി എനിക്ക് അറിയാം, ഞാൻ പേര് പറയില്ല. അവർക്ക് അസുഖം വരുമ്പോൾ അവർ ഷോക്കാണ് എടുക്കുന്നത്, വേറൊരു ചികിത്സയില്ല. അവർക്കറിയാം ഡിപ്രഷൻ വന്ന് സൂയിസൈഡ് തോട്ട്സ് വന്നാൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ECT ആണ്. നമുക്ക് തന്നെ അറിയാം 1-2 സിനിമാ നടന്മാർ സൂയിസൈഡ് ചെയ്തു. അവർ നോക്കുമ്പോൾ അവർ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്, മരുന്നും എടുത്തിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും അവർ ആത്മഹത്യ ചെയ്തു. അതിന് കാരണം എന്താ? ഇവർക്ക് ഒരുപക്ഷെ അന്ന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നെങ്കിൽ അവരിന്നും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ഡോക്ടർ അന്ന് അവർക്കത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ സമ്മതിച്ചില്ല, എന്തോ കാരണം നമുക്കറിയില്ല. ഇതിലിപ്പോ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പേരാണ് ADHD.
നമ്മളെ സിനിമ ഫീൽഡിലേക്കോട്ടെ, അത് എന്താണ് ADHD ഒരു അസുഖമാണോ? ADHD എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. എന്താ, അറ്റൻഷൻ കുറവാണ്, അവർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. ഇപ്പോൾ സ്കൂളിലൊക്കെയാണ് സ്ഥലത്ത് അവർ അടങ്ങിയിരിക്കൂല, ക്ലാസ്സിൽ അവർ ശ്രദ്ധിക്കൂല. അപ്പൊ നമ്മൾ ഇത്രയും സംസാരിച്ചു, നിങ്ങളൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നു, ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു, അവർക്ക് ഇത്രയും നേരം ശ്രദ്ധ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ക്ലാസ്സുകൾ 3, 4, 5 ഒക്കെ ആകുമ്പോഴത്തേന് ഈ കാഠിന്യം കൂടും പഠനത്തിന്റെ. അപ്പൊ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കാന്നുണ്ട്, അവരുടെ മാർക്ക് കുറഞ്ഞു വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. അപ്പോൾ സ്കൂൾ പിന്നെ പോരാന്ന് ചെയ്യുന്ന ഇവരിങ്ങനെ ശ്രദ്ധ അടങ്ങിയിരിക്കും, ഇങ്ങനെ പിരിപ്പിരിപ്പായിട്ട് ഇങ്ങനെ ഒരു പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ടീച്ചേഴ്സിന് എപ്പോഴും ഒരു ശല്യക്കാരനായിട്ടാണ് കാണുന്നത്. പിന്നെ സംഭവിക്കുന്ന കാര്യം എന്താ, ഒരു പ്രായം കൂടുമ്പോൾ ഇവര് എപ്പോഴും ബാക്ക് ബെഞ്ചേഴ്സായി മാറും. അപ്പൊ അവരിൽ എല്ലാ താല്പര്യം ഉണ്ടാവും, സിഗരറ്റ് വലിക്കുക, അല്ലെങ്കിൽ ഹാൻഡ്സ് ഉപയോഗിക്കുക, ഒരു ബിയർ ഉപയോഗിക്കുക, ഇതിനൊക്കെ ഒരു താല്പര്യം കൂടും. എല്ലാം ടെസ്റ്റ് ചെയ്യണം, എക്സ്പീരിയൻസ് ചിന്ത വരും. അപ്പോൾ ഇത്രയും കൂടുതൽ പതുക്കെ അങ്ങോട്ട് അതിലേക്ക് മാറാൻ സാധ്യത കൂടുതലാണ്. ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല. ഇതിന് നമ്മൾ മരുന്ന് കൊടുത്താൽ അറ്റൻഷൻ കൂടാൻ മരുന്ന് കൊടുക്കാം. അറ്റൻഷൻ കൂടാൻ മരുന്ന് കൊടുത്തിട്ട് അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇവരുടെ അറ്റൻഷൻ സ്പാൻ കൂടും, സ്വാഭാവികമായിട്ടും ഒരു മാർക്ക് കൂടും, അവർ ശ്രദ്ധ കുറച്ച് കൂടും. അതുപോലെ തന്നെ നമ്മൾ അവരെ ഒരു പോസിറ്റീവായിട്ട് അവർക്ക് ഇൻട്രസ്റ്റിൻ്റെ മേഖലയ്ക്ക് പതുക്കെ വഴിതിരിച്ചു കൊടുക്കും. ചില ആൾക്കാർക്ക് നല്ല ഇൻട്രസ്റ്റ് സ്പോർട്സ്, അപ്പോൾ പതുക്കെ അതിലോട്ട് മാറ്റും. സെലിബ്രിറ്റീസിനൊക്കെ ഇപ്പോൾ ഇത് കാണുന്നുണ്ട്, ഇങ്ങനെ ഇത് പറയുന്നത് ഉണ്ടായിരിക്കാം. അപ്പോൾ ആ വ്യക്തികൾക്ക് എക്സാക്ട്ലി അറിയുള്ളൂ, ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അവർ പ്രയാസം ഉണ്ടായത് കൊണ്ടാണ് അവർ പറയുന്നത്. പക്ഷെ അതുപോലെ തന്നെ ചില ആളുകൾ വെറുതെ വരാറുണ്ട്, എനിക്ക് ADHD ആണ്, അങ്ങനെ ഒരു ഫാൻസി ആയിട്ട് കാണുന്ന ആളുകൾ, ട്രെൻഡായി കാണുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ ശരിക്കും ഉണ്ടേനും. നമ്മൾ ഈവൻ പ്രായമുള്ള ആൾക്കാർക്ക് പോലും അഡൽട്ട് ADHD പറയും. ഒരു 30 വയസ്സിലേക്ക് വന്ന് മരുന്ന് കൊടുത്ത് വ്യത്യാസമുള്ള കുറേ ആൾക്കാരുണ്ട്. അതുപോലെ ചെറിയ കുട്ടികൾക്ക്, ഉദാഹരണം പറയുകയാണെങ്കിൽ 10% ആൾക്കാർക്ക് ADHD ഉണ്ട്. അപ്പോൾ അവർക്ക് ചികിത്സിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് വരുമായിരുന്നു. ഇപ്പോൾ എനിക്കൊരു എക്സാമ്പിൾ പറയാൻ കഴിയും. ഇപ്പോൾ ഒരു കുട്ടി, അവന് 8ാം ക്ലാസ്സിലാണ് എന്നെ കാണാൻ വരുന്നത്, നല്ല ADHD ഉണ്ടായിട്ട് അവന് മാർക്ക് ഭയങ്കര കുറവാണ്. അവൻ്റെ പാരൻസിന് ഭയങ്കര വിഷമം, കാരണം അവർ നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആണ്. ആ കുട്ടിക്ക് മാർക്ക് ഭയങ്കര കുറവാണ്, CBSE ഒക്കെ പഠിക്കുന്നത്. ഞാൻ മരുന്ന് കൊടുത്തു, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. 10ാം ക്ലാസ്സിൽ 90% കുട്ടിക്ക് CBSE മാർക്ക്. അപ്പം അത്രയും ഇമ്പ്രൂവ്മെന്റ് വരുന്ന ഒരു ട്രീറ്റ്മെന്റോട് മാത്രമാണ്. ആ ഫാമിലി ഇന്നും എന്നോട് വിളിച്ച് പറയാറുണ്ട്, ഡോക്ടറെ മരുന്ന് കൊണ്ടാണ് കറക്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടുന്നതാണ് എൻ്റെ കുട്ടി ഇത്രയും മാർക്ക്. ഇപ്പം ആ കുട്ടി +2 പഠിക്കണം, നല്ല നന്നായി പഠിക്കുന്നുണ്ട് ആ കുട്ടി. അതുപോലെ ഇപ്പോൾ സമൂഹത്തിൽ പുറത്ത് പറയാൻ മടിക്കുന്ന കുറേ അസുഖങ്ങളുണ്ട്, സെക്ഷൽ ഡിസോർഡേഴ്സ് പോലെ തന്നെ. എന്താണ് ഡോക്ടർക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ സ്കൂളുകളിലൊന്നും ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. നമ്മൾ ഇങ്ങനത്തെ ചെറുപ്പത്തിലൊക്കെ അല്ലെങ്കിൽ കുട്ടികളാകുമ്പോൾ കുറെ കൊച്ചു പുസ്തകങ്ങൾ എന്ന് പറയും. അപ്പൊ ഇത്തരം പുസ്തകങ്ങൾ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പോണോഗ്രാഫി അല്ലെങ്കിൽ ബ്ലൂ ഫിലിമിലൊക്കെ കാണുന്ന എല്ലാം വളരെ മോശമായ അല്ലെങ്കിൽ ഒരു ഇമാജിനേഷൻസ് മാത്രമാണ്. അപ്പൊ ഈ ഒരാൾ വളർന്നു വരുമ്പോ തന്നെ ഇയാൾ വിചാരിക്കുന്ന ഫാന്റസികളാണ്. അത് ഈ ഒരു ആക്ട് ഇത്ര നേരം നിൽക്കണം, അല്ലെങ്കിൽ ഇത്ര വലിപ്പം വേണം ലിംഗത്തിന്, അങ്ങനത്തെ ഒരുപാട്, അല്ലെങ്കിൽ സ്ത്രീക്ക് ഇങ്ങനെയൊക്കെയാണെന്ന് ആ സ്ത്രീ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ പുരുഷനും സ്ത്രീയും ഇതിനെക്കുറിച്ച് നെഗറ്റീവ് കാര്യം മാത്രമാണ് ഇത്രയും കാലം പഠിച്ചിട്ടുള്ളത്. എഡ്യൂക്കേഷൻ വളരെ കുറവാണ്, അവയർനെസ് വളരെ കുറവാണ്. പിന്നെ സംഭവിക്കുന്ന കാര്യം എന്താ, നമ്മുടെ നാട്ടിൽ ഒരു അസുഖം നിലക്ക് ചില ആളുകൾ പ്രീമച്വർ ഇജാക്കുലേഷൻ അഥവാ ശീഘ്രസ്ഖലനം, അത് അവരൊരു സെക്ഷൽ ആക്ട് പോയി വിത്തിൻ സെക്കൻഡ് കൊണ്ട് അവർക്ക് സ്കലിക്കുന്ന അവസ്ഥ. ഇത് മനസ്സിലാക്കാൻ ഇതൊരു രോഗമാണ്. പക്ഷെ ഇതിനകത്ത് ട്രീറ്റ്മെന്റുകളുണ്ട്, ഒരുപാട് സെക്ഷൽ തെറാപ്പികളുണ്ട്, നല്ല വ്യത്യാസം സത്യം പറഞ്ഞാൽ ഇതുണ്ട്. ഇപ്പം ഞാൻ തന്നെ ചികിത്സിച്ചിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ മരുന്ന് ഉപയോഗിച്ചിട്ട് ഒരുപാട് വ്യത്യാസം പേഷ്യൻ്റ് കാണുന്നുണ്ട്. അതുപോലെ പിന്നെയുള്ള അവസ്ഥയാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ബലക്കുറവ്, ഉദ്ധാരണക്കുറവ്. പ്രത്യേകിച്ച് ഒരു 40 വയസ്സൊക്കെ ആയി ഷുഗർ, കൊളസ്ട്രോള്, BP, അതുപോലെ പൊണ്ണത്തടികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ആ ഒരു ഏരിയയിലോട്ട് രക്ത ഓട്ടം കുറഞ്ഞിട്ട് അവർക്ക് ലിംഗം ഉദ്ധരിക്കാതെ വരും. അപ്പൊ അതിനും ഇന്ന് സത്യം പറഞ്ഞാൽ ട്രീറ്റ്മെന്റുകളുണ്ട്, മരുന്നുകളുണ്ട്. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പെനൈൽ ഇംപ്ലാന്റ് എന്ന് പറയും, ആ ഏരിയയിൽ ഒരു ഇംപ്ലാന്റ് ഉണ്ടാക്കിയാൽ നല്ല ഇറക്ഷൻ കിട്ടുന്ന ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ആള് പുറത്ത് പറയാൻ ഭയങ്കര മടിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, 40 വയസ്സ് കഴിഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർ പകുതി പേർക്കും 50% ആളുകൾക്കും എന്തെങ്കിലും ഇതിലുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ജീവിതശൈലി രോഗങ്ങൾ പോലുള്ള, അതെ, ജീവിതശൈലി രോഗങ്ങൾ, അതുമായി ഇത് സെക്സ് പരമായ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും.
കണക്റ്റഡ് ആണ്. അതെ. ഇപ്പൊ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഈ ഒരു എക്സ്ട്രാമൽ അഫെയറുകളൊക്കെ, അതൊക്കെ ഈ സമയത്ത് വരാൻ കാരണം എന്താ, മറ്റേ പാർട്ണർ ചികിത്സ എടുക്കുന്നില്ല, അങ്ങനത്തെ കുറെ സാഹചര്യം വരുന്നുണ്ട് അല്ലേ. അപ്പൊ അതുവഴി ഒരുപാട് പ്രയാസങ്ങളിൽ നമ്മുടെ പാർട്ണർക്ക്, സെക്സ് പാർട്ണർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതൊന്നും അവയർനെസ് കൊടുക്കാത്തത് കൊണ്ട്, സംസാരിക്കാത്തതുകൊണ്ട് വരുന്ന കുറെ പ്രയാസങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ആർക്കും ഉണ്ടെങ്കിലും അവർ സൈക്കാട്രിസ്റ്റിനെ കാണണം. നിർബന്ധമായിട്ട് സൈക്കാട്രിസ്റ്റ് എന്താ പറയുന്നത് അതുപോലെ ഫോളോ ചെയ്യാം. ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ഈ മറവിയിലെ ഇപ്പൊ പെട്ടെന്ന് ചെറുപ്രായക്കാർക്കും വലിയവർക്കൊക്കെ ഉണ്ടാവുന്ന പ്രശ്നമാണ് മറവി രോഗം. അതായത് പെട്ടെന്ന് സ്പോട്ടിലേക്ക് പോകും, പക്ഷെ വിചാരിച്ച സ്ഥലം ഓർമ്മ ഉണ്ടാവില്ല, ഒരു 5 മിനിറ്റ് സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ, പിന്നെ ഒരു മെമ്മറിയിലേക്ക് വരും. ഷോർട്ട് ടേം മെമ്മറി പോലുള്ള, അല്ലെങ്കിൽ കുറച്ച് മുതിർന്നവർക്ക് നല്ല മറവി രോഗം തന്നെ ഉണ്ട്, ചണ്ണി എന്നൊക്കെ പറയുന്നു, പ്രായം കൂടിയവർക്കുള്ളവർക്ക്. ആ 2 രീതിയിലും ഇത് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ചികിത്സ എങ്ങനെയായിരുന്നു? നമ്മൾ ചെറുപ്പക്കാര് അവർക്ക് ഇതിനെ പോലെ കാര്യമാക്കേണ്ടില്ല. പലപ്പോഴും നമ്മുടെ ശ്രദ്ധ കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ, അങ്ങനെയൊക്കെ നമ്മൾ എന്തിനാണ് പോയത് അത് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കില്ല. നമ്മൾ ശ്രദ്ധ വേറെ സംഭവമായിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ പോയിട്ടായിരിക്കാം. അപ്പൊ അത് ഒരു പേടിക്കേണ്ട കാര്യമില്ല, അത് നമ്മൾ ചികിത്സിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ പ്രായമുള്ള ആളുകൾക്ക് ഒരു 65, ഒരു 70 വയസ്സായി, അവർ മറവി രോഗം ഭയങ്കര കൂടുതലാണ്. ഒരു 80 വയസ്സായി കഴിഞ്ഞാൽ മറവി രോഗം കൂടി ചന്നി നമ്മൾ പഴയ കാലത്ത് പറയും മലപ്പുറത്ത്. അത് സംഭവിക്കുന്ന എന്താ, അവരെപ്പോഴും ദേഷ്യപ്പെടും, വയലന്റ് ആവും, തീരെ ഉറങ്ങൂല, അവര് മലമൂത്ര വിസർജനമൊക്കെ അവിടെ ഇവിടെ ചെയ്യും. ഭയങ്കര പ്രയാസമാണ്. ഇത്തരം ആളുകൾക്ക് സോഡിയം കുറവ് പോലെ പല രോഗങ്ങൾ കൂടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിർബന്ധമായി ആ ആളുകളെ, ആ ഒരു കാറ്റഗറി സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. മരുന്ന് കൊടുത്ത് നല്ല വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും. ഇത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഇതിൽ ഓൾറെഡി ഉണ്ട്. അതെ, അതൊക്കെ കാരണം ഇത് റിസർച്ചിൽ ഒരുപാട് നടക്കുന്നതുകൊണ്ടും ഇന്റർനാഷണലി ഇപ്പോൾ പ്രായമുള്ള ആൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുക. പഴയ കാലമല്ല, നമുക്ക് ആയുസ് കൂടിക്കൊണ്ടിരിക്കുക. പണ്ട് ആവറേജ് 45-50 ഇപ്പോൾ 65-70 ആയിട്ടുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ 80 ആയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവിക സംഭവിക്കുക എന്താ, ഇത്തരം രോഗങ്ങൾ ആളുടെ എണ്ണം കൂടിക്കൂടി വരിക. പക്ഷെ ആ വീട്ടിൽ ഒരു രോഗി ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ വീട്ടിലെ മരുമക്കളൊക്കെ അവരോട് പറയുന്നത്, ഡോക്ടറെ ഇവരൊന്ന് മരിച്ചു കിട്ടിയാൽ മതി. കാരണം ആ വീട്ടിലെ മരുമകൾക്ക് എവിടേക്കും പോകാൻ കഴിയുന്നില്ല, കംപ്ലീറ്റ് ലോക്കാണ്. മകന് ജോലിക്ക് പോകും, മരുമോൾക്ക് 24 മണിക്കൂർ വരെ നോക്കണം. ഇത്ര പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അപ്പൊ അവര് നിർബന്ധമായിട്ടും സൈക്കാട്രിസ്റ്റിനെ കാണണം, മരുന്ന് കഴിക്കണം, ട്രീറ്റ്മെന്റ് എടുക്കണം. പലപ്പോഴും സംഭവിക്കണം മരുമോൾക്ക് അതുവഴി ഡിപ്രഷൻ വരും, ഇവരെ നോക്കി. അതുപോലെ നമ്മളെ വീടുകളിലൊക്കെ ഓരോ വസ്വാസം എന്ന് പറഞ്ഞിട്ട് ആളുകള് അവൾക്ക് വസ്വാസാണ് അല്ലെങ്കിൽ ഓനക്ക് വസ്വാസാണ്. രോഗമാണോ എന്താണ് വസ്വാസം? ചില ആളുകൾ പള്ളിയിലൊക്കെ നമ്മൾ കാണുമ്പോൾ ശുദ്ധി ഉണ്ടാക്കുമ്പോ ഓവർ ടൈം ഇരുന്ന് ഇവർ ശുദ്ധി വെക്കും. അവർക്ക് എത്ര ക്ലീൻ ചെയ്താലും ക്ലിയർ ആവില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമാണത്. നമ്മൾ മനസ്സിലാക്കുക അതൊരു രോഗമാണ്. OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. നമ്മൾ മലപ്പുറം ഭാഷയിൽ പറയും വസ്വാസ് എന്ന് പറയും. മനസ്സിലാക്കേണ്ട സമൂഹത്തിൽ 3% ആൾക്കാർക്ക് ഇതുണ്ട്. പക്ഷെ പലപ്പോഴും രോഗം ഉണ്ടെങ്കിലും ചികിത്സിക്കാൻ വൈകും. എൻ്റെ അടുത്ത് പേഷ്യൻ്റ് മിക്കവാറും ആ ഒരു രോഗം വന്ന് 10 വർഷം കഴിഞ്ഞിട്ടാണ് ചികിത്സിക്കാൻ വരുന്നത്. ഒരു 20-ആം വയസ്സിലോ 25-ആം വയസ്സിലോ രോഗം തുടങ്ങുക. പക്ഷെ 35-40 വയസ്സായിട്ടും ഒരു ഡോക്ടറെ കാണാൻ അത്രയും കാലം അവർ കുറേ ആൾക്കാരെ കണ്ട്, നമുക്കറിയാലോ നമ്മുടെ നാട്ടില് ഒരാളെ കണ്ട് അവസാനം നമ്മളെ സൈക്കാട്രിസ്റ്റിൽ എത്തുക. മരുന്നോട് നല്ല വ്യത്യാസം ഇതിനുണ്ടാവും. ഇതിന്റെ ലക്ഷ്യം എത്രയാണ്, അവര് കുളി കഴിഞ്ഞാൽ എത്ര ആയാലും കുളി ശരിയായില്ല തോന്നുന്നു. ഒന്നെടുക്കുന്ന നേരത്ത് എത്രയായാലും നീയത്തിൽ ശരിയായില്ല, കയ്യിൽ ശരിയായില്ല, അത് കുറേ സമയം എടുക്കും. ഇനി നിസ്കരിക്കാൻ അറിയാലോ, ഇങ്ങനെ വീണ്ടും ഇങ്ങനെ അവർ അക്ബറിട്ടി കൊടുക്കും, നീയത്ത് ശരിയായില്ലാണ്ട് ഒരുപാട് സമയം എടുക്കും ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം സ്ലോ ആയിരിക്കും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതൊരു രോഗമാണ്, ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. അവരെ വീട്ടുകാർ കളിയാക്കിയ കുറ്റപ്പെടുത്ത വേണ്ട. അവർക്ക് മരുന്ന് കൊടുത്ത് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ 5 വർഷത്തിന് മേലായി, ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഇത് കറക്റ്റ് മരുന്ന് കഴിച്ച് ഇമ്പ്രൂവ് ആയതിനു ശേഷം ഡോക്ടറെ 10 കൊല്ലമായി ഞാൻ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, ഇത് രോഗം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, നിങ്ങൾ അന്ന് കണ്ടാൽ മതി എന്ന് പറയും. കുറെ ആളുകൾക്ക് അറിയില്ല അതൊരു രോഗമാണെന്നുള്ളത്. എന്തായാലും ഡോക്ടർ കുറെ കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു, കുറെ അറിവുകള് അത്യാവശ്യം നമുക്കൊന്നും അറിയാത്ത ഭാഗങ്ങളിൽ കുറെ അറിവുകള് നമ്മളോടൊപ്പം ഷെയർ ചെയ്തു. എന്തായാലും അടിപൊളിയായിരുന്നു. വളരെ സന്തോഷം ഡോക്ടറെ സമയം ചെലവഴിച്ചോട് വന്നതിനും. വിലപ്പെട്ട സമയം തന്നെ പറയാം. കാരണം കൺസൾട്ടേഷൻ വളരെ തിരക്കേറിയ സമയമാണ്. നമ്മളെ വിളിച്ചപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ നിന്ന് ഇരിക്കാനുള്ള സമയത്ത് എത്ര നന്ദി പറഞ്ഞാലും പിന്നെ മതിയാവില്ല. എന്തായാലും നമ്മളെ സ്പോട്ട്ലൈറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയം നമ്മളോടൊപ്പം വിലപ്പെട്ട സമയം തന്ന നമ്മളെ അബ്ദുസലാം ഡോക്ടർക്ക്, നമ്മളെ BNA ഇൻസ്പയറിൻ്റെ നമ്മളെ സ്പോട്ട്ലൈറ്റ് കോർഡിനേറ്റേഴ്സായ സക്കരിയ, അമീനുക ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമുക്ക്
ഏറ്റവും ഈ ഒരു ഇപ്പൊ പറയപ്പെട്ട അസുഖത്തിന് അതിന്റെ ഏറ്റവും വിദഗ്ധനായ ഒരു ഡോക്ടറാണ് ഡോക്ടർ അബ്ദുസ്സലാം ഡോക്ടർ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡോക്ടറെ സമീപിക്കാം. ഡോക്ടർ കൺസൾട്ടേഷൻ ഉള്ളത് കോട്ടക്കൽ അൽമാസിലും അതുപോലെ MBH ഹോസ്പിറ്റൽ, മലപ്പുറത്തെ MBH ഹോസ്പിറ്റലാണ് ഇപ്പോൾ നിലവിൽ ഡോക്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കാം. അപ്പൊ 100% നമുക്ക് ധൈര്യമായിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന ഡോക്ടറാണ് നിങ്ങൾ മുമ്പിലുള്ളത്. ഇത്ര വിലപ്പെട്ട സംശയമേ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു സെക്ഷൻ അല്ലത്, ഒരു വൈഡായ സെക്ഷനാണ്. അപ്പൊ ഇത്തരം സെക്ഷനിൽ നമ്മൾ കുറഞ്ഞ സമയം ഇവിടെ കിട്ടിയിട്ടുള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാണ്ട്. അപ്പോ അത് അടുത്തതിൽ നമുക്ക് ശ്രമിക്കാം. പിന്നീട് ഒരിക്കലും നമുക്ക് എന്തായാലും ഡോക്ടർ കൂടെ ഇരിക്കണം, ഒന്നും കൂടി ഇരിക്കണം. BNA സ്പോട്ട്ലൈറ്റ് പരിപാടിക്ക് എനിക്ക് അവസരം തന്ന BNAക്കും അതുപോലെ തന്നെ കോർഡിനേറ്റേഴ്സിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ കോട്ടക്കൽ അൽമാസ് ആശുപത്രിയിലും മലപ്പുറം MBHലും അതുപോലെ വളാഞ്ചേരി നിസാർ ആശുപത്രി വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിനും കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.